ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ഹോസ്പിറ്റൽ വ്ളോഗാണ്. അതായത് 8ാം മാസം തുടങ്ങിയിട്ടുണ്ട്, ചെക്കപ്പ് കഴിഞ്ഞു, സ്കാനിങ് കഴിഞ്ഞു. അപ്പോൾ കുട്ടിയുടെ തല ഇറങ്ങിയിട്ടുണ്ടോ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അറിയുന്ന ഒരു സ്കാനിങ് ആണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ദുആ ചെയ്തിട്ടും പ്രാർത്ഥിച്ചിട്ടും ഒക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോണതിന് മുമ്പ് നമ്മുടെ പണികളെന്ന് പറയുമ്പോൾ മക്കൾക്ക് സ്കൂളുള്ള ഒരു ദിവസമായതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 6 മണിയെ ആവുള്ളൂ. അപ്പോൾ അവർക്കുള്ള ഫുഡ് കാര്യങ്ങൾ റെഡിയാക്കുകയാണെങ്കിൽ 4 മണിക്ക് എണിച്ച് റെഡിയാക്കിയിട്ട് പിന്നെ കൊണ്ടുപോകുമ്പോഴേക്കും സ്കൂളിൽ പോകും. അതൊക്കെ ആകെ നാശമാവും, കുട്ടികൾക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ടിഫിൻ കൊടുത്തയക്കുക. 2 കുട്ടികൾക്ക് അവരുടെ അമ്മായിയുടെ വീട്ടിൽ നിന്ന് ഫുഡ് റെഡിയാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിളിച്ച് രാത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ കൊടുക്കും. പിന്നെ ചുച്ചുകുട്ടിക്കുള്ളത് എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലും റെഡിയാക്കാനും വേണ്ടി നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്നാക്സ് കാര്യങ്ങൾ ഇനിയിപ്പോൾ അവിടെ ഇല്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഒരു പൊമഗ്രാനേറ്റും ഇതും പിന്നെ തേൻമിഠായി ഉണ്ടായിരുന്നു, അതൊക്കെ ആക്കിയിരുന്നു. പിന്നെ നമ്മൾ അവിടെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പോസ്റ്റ് ആവും കേട്ടോ. അതുകൊണ്ട് വെള്ളം കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും കൊണ്ടുപോകണം. പിന്നെ ഈ ചുമ ഉള്ളതുകൊണ്ട് പുറത്തത്തെ വെള്ളം കുടിക്കാറില്ല. അപ്പോൾ എനിക്കുള്ള വെള്ളം മാത്രം ഞാൻ ഫ്ലാസ്കിലാക്കിയിട്ട് കൊണ്ടുപോകാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കിയൊക്കെ ഒന്ന് എടുക്കുകയായിരുന്നു. അപ്പോൾ വലിയ കുട്ടികളൊക്കെ അവരുടെ യൂണിഫോം ഇട്ടിട്ടുണ്ടായിരുന്നു. ചുച്ചുക്കുട്ടിക്ക് പിന്നെയും 9 മണിക്ക് സ്കൂളിൽ പോയാൽ മതിയിട്ട്. അപ്പോൾ അവളുടെ അയൺ ചെയ്തിട്ട് ഡ്രസ്സ് അവളുടെ ബാഗിൽ തന്നെ ഇട്ട് വെച്ചു. പിന്നെ ഞങ്ങൾ കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങുമ്പോൾ അവർ എണീക്കും. അതുകൊണ്ട് പിന്നെ ഓരോരുത്തരുടെ അടുത്ത് ഓരോ കുട്ടികളെ എടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അവരങ്ങനെ കാറിൽ കയറിയിട്ട് ഫസ്റ്റ് ചുച്ചുക്കുട്ടീനെയും ഹേസൂനെയും എൻ്റെ വീട്ടിൽ കൊണ്ടിറക്കി വിട്ടിട്ട് പിന്നെ അതിന് ശേഷം വലിയ കുട്ടികൾ അവരുടെ അമ്മായിയുടെ വീട്ടിൽ, അതായത് ഇക്കാടെ പെങ്ങളുടെ വീട്ടിലാണ് കേട്ടോ കൊണ്ടുവിടാൻ പോകുന്നത്. ഒരുപാട് പേരിങ്ങനെ ചോദിക്കലുണ്ട് കുട്ടികളെ വെച്ച് എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നൊക്കെ. നമ്മുടെ ആ ഒരു സമയം വരുന്ന സമയത്ത് എന്താണോ നമുക്ക് പഠിച്ചോ നല്ലൊരു ഐഡിയ തോന്നിപ്പിച്ച് തരും. അതനുസരിച്ച് നമുക്ക് ചെയ്യാമെങ്കിൽ ആദ്യം തന്നെയുള്ള ടെൻഷൻ ഒഴിവാക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ മക്കളെ ഓരോരുത്തരും അങ്ങോട്ട് ഏൽപ്പിച്ചിട്ട് നമ്മളങ്ങോട്ട് പോവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് എൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ചെറിയ കുട്ടികളാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ നാത്തൂൻ്റെ വീടാണ്. അവിടെ വലിയ കുട്ടികളെയും ഇറക്കി വിട്ട് ഇവർക്ക് ഇവിടുന്ന് ബസ് വരും. ഇവിടുന്ന് റോഡിലേക്ക് കയറി നിന്ന് കഴിഞ്ഞാൽ 7:30 ബസ് വരും. അപ്പോൾ ഇവിടുന്ന് കയറി അങ്ങനെ സുഖമായിട്ട് പോകാൻ പറ്റും. ഇവിടുന്ന് ഒരു കുട്ടിയും കൂടെ ഇവർ സ്കൂളിൽ തന്നെ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് സമാധാനത്തിൽ അങ്ങനെ പോവാം. അവർ തലേദിവസം തന്നെ എല്ലാം ഉണ്ടാവും. ചോറാണെങ്കിൽ ചോറ്, നാഷ്ട ആണെങ്കിൽ നാഷ്ട, എന്താണെങ്കിൽ ഉണ്ടാവും. അവിടെയും കുട്ടികൾ കുറേ പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടി റെഡിയാക്കുമ്പോൾ ആ ഒരു ടെൻഷൻ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ക്ലൈമറ്റാണ് കേട്ടോ ഈ കോയമ്പത്തൂർ പോകുന്ന സമയത്ത് കാണുന്നത്. ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനും കൂടെ പറയാം, 2-3 ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട്. എന്താണെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ വയ്യ, തീരെ സുഖമില്ല. പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ 8ാം മാസത്തെ ചെക്കപ്പ് കഴിഞ്ഞു. പിന്നെ സ്കാൻ ഉണ്ടായിരുന്നു. മരുന്ന് നോക്കട്ടെ, നോട്ട് ഫയല് കാണിക്കുന്നത് സ്കാനിങ്. അപ്പോൾ സ്കാനിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ പറയാം. പറയാത് എന്താ വേറെ വല്ല ഇതിൽ ചേർന്നിരിക്കുകയാണ്. ഞാനൊക്കെ ഇപ്പുറത്തുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര ടയേർഡായിരുന്നു ഹോസ്പിറ്റലിൽ പോയപ്പോഴും തിരിച്ച് വന്നിട്ട്. പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാനും ഒന്നിനും തോന്നുന്നില്ല. പിന്നെ ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു സങ്കടം കൂടി ഉണ്ടായിരുന്നു. എന്താണെന്നുള്ളതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ എന്നെ ഒരു 2-3 പേരെങ്കിലും കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, 2 ദിവസമായി വീഡിയോ ഇല്ല, ഹോസ്പിറ്റലിൽ പോവാണ് പറഞ്ഞു, എന്തായി എന്നൊക്കെ ചോദിച്ചിട്ട് കേട്ടോ. ഒത്തിരി സന്തോഷമുണ്ട്. വയ്യാത്തതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത്. വീഡിയോ എടുത്തു വെച്ചതൊക്കെ ഉണ്ട്, പക്ഷെ അതിൽ ചിലത്
എഡിറ്റ് ചെയ്യാൻ സുഖമല്ല, എനിക്ക് വയ്യ, അത്രയും ടയേർഡ്. അതായത് കയ്യിൽ ഇങ്ങനെ ഖുറാൻ എടുത്ത് പിടിച്ചിട്ട് എനിക്ക് ഖുറാൻ ഇങ്ങനെ പിടിച്ചോതാൻ പറ്റാതെ സൈഡിൽ വെച്ചിട്ട് എങ്ങനെയൊക്കെയോ ഓതി തീർത്ത പോലെയുള്ള അവസ്ഥയൊക്കെ ആയിരുന്നു. അത്രയ്ക്കും ടയേർഡായിരുന്നു കേട്ടോ. ഇപ്പം ഇത്തിരി ഓക്കെയാണ്. അപ്പം ശരി, നമ്മുടെ വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ഹേസു പ്ലീസ് ആ മൊബൈൽ പൊട്ടിക്കല്ല, അല്ലെങ്കിൽ പൊട്ടിരിക്കുകയാണ്. പിന്നെ ഇന്നലെ ഹേസു നല്ലൊരു പണി വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ആ ടെൻഷനിൽ എനിക്ക് പെയിൻ വന്നു. മരുന്നില്ലേ, ചുമയുടെ മരുന്നെടുത്ത് ആള് സുഖമായിട്ട് ഇരുന്ന് കുടിച്ചു. അതായത് എനിക്കൊരു മൂടി 10 മില്ലി കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഡോസ് അടിച്ചിന്റെ കൈയൊക്കെ ഇങ്ങനെ വിറയ്ക്കും, ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള മരുന്ന് എൻ്റെ തൊട്ടടുത്ത് ഇരുന്നിട്ട് തന്നെ അവനെടുത്ത് കുടിച്ചിരിക്കുക. എനിക്ക് ഒരു നിമിഷം എൻ്റെ ഒരു ശ്രദ്ധ മാറിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ കളക്ടറാണോ നിനക്ക് ഇത്രയും മാത്രം തിരക്ക് എന്നൊക്കെ ചോദിക്കുന്നവരോട് ഇതാ പറയുന്നത്, കളക്ടർക്ക് ഇത്ര തിരക്കുണ്ടാവില്ല, നമ്മളെ പോലെ വീട്ടമ്മമാർക്കാണ് നമ്മുടെ മക്കളെ നോക്കേണ്ട ബാധ്യതയും ഒക്കെ. അപ്പം എൻ്റെ ചുമയുടെ കാര്യം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചുമയുടെ കാര്യം ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ള കാര്യമൊക്കെ ഡോക്ടറും പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീസിങ്, ഈ ശ്വാസം മുട്ടലുള്ളതുകൊണ്ടാണ് ചുമ വരുന്നതെന്നാണ് പറഞ്ഞത്. അതിന് ഇൻഹേലറൊക്കെ വേണം, എന്നാലും ചുമ മാറുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ നേരത്തെ എണീറ്റ്, വേണ്ടടാ സൗണ്ട് ഉണ്ടാക്കല്ലേ, ഞാൻ നൈറ്റിയാണ് ഇട്ടിരിക്കുന്നത്. എനിക്ക് ഈ നൈറ്റ് ഇട്ടിട്ട് ഇങ്ങനെ പുറത്ത് കാണുന്നതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഞാൻ എപ്പോഴെങ്കിലും ഇടാറുള്ളൂ, കാരണം ഇവര് അടി ഉണ്ടാക്കണം. അപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ചാല് നൈറ്റ് ഇടേണ്ട ഒരു നിർബന്ധിത അവസ്ഥ ഇന്നലെ രാത്രി വന്നു. അപ്പൊ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് ഇടാനും വേണ്ടി വെച്ച നൈറ്റ് എടുത്തിട്ടിട്ട് വന്നിരിക്കുകയാണ്. അതിന്റെ മുകളിൽ ഒരു കോട്ട് ഷ്രഗാണ് ഇട്ടിട്ടുള്ളത്, കുറെ കൊല്ലായിട്ടുള്ളതാ. അപ്പൊ രാവിലെ നേരത്തെ എണീറ്റിട്ട് നമ്മൾ 6 മണിക്കാണ് പോണത്. കോയമ്പത്തൂർ KMCH ഹോസ്പിറ്റലിലാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത്. എന്തിനാ വെച്ചാൽ വീണ്ടും പറയുന്നത് വെച്ചാൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഏത് ഹോസ്പിറ്റലാന്നുള്ളത്. അപ്പോൾ അടിപൊളി ഹോസ്പിറ്റലാണ്. പിന്നെ അപ്പോൾ ഡോക്ടറെ കാണിക്കാന്ന് വെച്ചാൽ അത് മാത്രമാണ് വലിയൊരു പടി. ഹോസ്പിറ്റലിൽ ഏറ്റവും ടഫ് എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം ശരിക്കും നമ്മൾ പോയിട്ട് നമുക്ക് 14 മണിക്കൂറാണ് അവിടെ ചെലവിട്ടത്. ഇവിടെ നിന്ന് 6 മണിക്ക് ഇറങ്ങിയിട്ട് അവിടെ ഡോക്ടറെ കണ്ടത് 6:30. ഒന്ന് ആലോചിച്ച് നോക്കി. രാവിലെ പോയ ഉടനെ കുട്ടികളെ റനാനിയും ഹയാനിയും അവരുടെ അമ്മയുടെ വീട്ടിൽ, ഇക്കാടെ പെങ്ങളുടെ വീട്ടിൽ കൊണ്ടാക്കി അവരോട് തന്നെ ഫുഡൊക്കെ റെഡിയാക്കി കൊടുക്കാനായിട്ട് രാത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചുച്ചുവിനെയും ഹെസൂനെയും എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ചുച്ചുവിനെ സ്കൂളിലേക്ക് വിടാൻ, ആങ്ങളുടെ കുട്ടീനെ സ്കൂളിലേക്ക് വിടുമ്പോൾ കൂടെ തന്നെ വിടാനും പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പോവാനുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് അങ്ങനെ ഹോസ്പിറ്റലിൽ പോയ ഉടനെ അവിടെ BP കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു, വെയിറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ കറന്റ് വെയിറ്റ് വന്നിട്ട് 64.5 കിലോ ഉണ്ട് കേട്ടോ. അതായത് 48 കിലോന്നാണ് ഈ ഒരു വെയിറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം നന്നായിട്ട് നീരുണ്ട് കേട്ടോ എനിക്ക്. എന്നിട്ട് ഡോക്ടറെ BP ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം നേരെ സ്കാൻ എടുക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. സ്കാൻ എടുക്കാൻ 16ാമത്തെ ടോക്കൺ എന്തോ ആണ്. എന്നിട്ട് ഒത്തിരി നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ സ്കാൻ എടുത്തിട്ട് അതിന്റെ റിസൾട്ട് കിട്ടാൻ വീണ്ടും 2 മണിക്കൂറാവും. ആ റിസൾട്ട് കിട്ടി വീണ്ടും പിന്നെ ഡോക്ടറെ കാണിക്കുമ്പോഴേക്കും അത്രയും സമയമായിട്ടുണ്ടായിരുന്നത്. അപ്പൊ സ്കാനിങ്ങിന്റെ സംഭവങ്ങളൊക്കെ ഞാൻ പറയാം. ബേബിന്റെ വെയിറ്റ് അവിടെ ഡോക്ടർ നോർമൽ ആണെന്ന് പറഞ്ഞത്, പക്ഷെ നമ്മുടെ മറ്റ് ബേബീസിനെ വെച്ച് നോക്കുമ്പോൾ വെയിറ്റ് ഇത്തിരി കുറവാണ്. അപ്പൊ എനിക്ക് ആകെ ഭയങ്കര സങ്കടം. ഞാൻ ഈ തിരക്കിലൊക്കെ ആയതുകൊണ്ട് കുട്ടിയുടെ വെയിറ്റ് ശരിക്കും എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ലയോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഭയങ്കര സങ്കടമായി. അത് മാത്രമേ ഉള്ളൂ പ്രശ്നമായിട്ട്. പിന്നെ ഇതിൽ പറയാനുള്ളതെന്ന് പറയുമ്പോൾ, പിന്നെ ഞാൻ ഇപ്രാവശ്യം പ്രത്യേകിച്ച് ഡോക്ടറെ ചോദിക്കണം വിചാരിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം ഡെലിവറി സമയത്ത് കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്രാവശ്യം കോവിഡൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ അവരുടെ നിയമം കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ മാറിയിട്ടുണ്ടാവുമോ എന്ന് പേടിച്ചിട്ട് ഞാൻ ഡോക്ടറോട് ചോദിക്കും എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന സമയത്ത് പറഞ്ഞു അതൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, ഞാൻ എന്തിനാണ് കൂടെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇത്രയും ബുദ്ധിമുട്ട് സഹിക്കണം, ഇത്രയും വേദന സഹിക്കണം, എന്നിട്ട് അതിന്റെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പോലും നിങ്ങൾക്ക് താല്പര്യമില്ലേ എന്നിങ്ങനെ സെൻഡ് അടിച്ചു. അപ്പൊ എനിക്ക് പറഞ്ഞു ഞാൻ വെറുതെ പറഞ്ഞാണ് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഡോക്ടറെ കാണിക്കുമ്പോൾ അങ്ങനെ ചോദിച്ചു ഞാൻ, എനിക്ക് ഇക്കാക്ക് ഇങ്ങനെ കൂടെ നിൽക്കാൻ പറ്റും? പറവല്ല, അതിനെന്താ നിൽക്കാലോ എന്ന്. പിന്നെ എനിക്ക് അടുത്തത് മെയിനായിട്ട് ചോദിക്കാനുണ്ടായിരുന്നത്, നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യം തന്നെയാണ്, കുട്ടികളെ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ കുട്ടികളെ എന്ത് ചെയ്യും, എന്തിനെങ്കിലും വന്ന് വീഴാൻ നിൽക്കുന്നത്, കുട്ടികളെ എന്ത് ചെയ്യും എന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഇപ്പൊ തന്നെ അതിനെങ്ങനെ ടെൻഷനായിട്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഈ സമയം നമുക്ക് നഷ്ടപ്പെടും, ബേജാറായിട്ട് തന്നെ. അതുകൊണ്ട് ഞാൻ അതൊക്കെ അങ്ങനെ ഒരു ഇതിൽ നിർത്തിയിരിക്കുകയായിരുന്നു. പക്ഷെ ഇനി നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണമല്ലോ. അപ്പൊ കുട്ടികളെ എന്ത് ചെയ്യുന്നു, അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിച്ചത് കുട്ടികളെയും കൂട്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ 4 പേരെയും കൊണ്ടുപോകാനുള്ള ഒരു പ്ലാനായിരുന്നു. ആരാണ് പ്ലാനായിരുന്നു, ഇക്ക വന്നിട്ടുണ്ട്.
അപ്പോൾ ഡോക്ടറോട് ഞാൻ ചോദിച്ചു കുട്ടികളെ കൊണ്ടുവരാൻ പറ്റുമോ, ഞങ്ങൾക്ക് അതിനുള്ള റൂം കാര്യങ്ങൾ ഒക്കെ കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പരവായില്ലെന്ന് പറഞ്ഞു, 4 പേരുണ്ടല്ലോ, 4 പേരെയും കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എതുക്ക് 4 പേര്, നീ ഡെലിവറി പണിവിയാ ഇല്ല കുഴந்தைங்களை பார்த்துட்டு இருப்பியாന്ന് ചോദിക്കും. എന്തിനാ ഈ 4 കുട്ടികളും, നീ പ്രസവിക്കാൻ നോക്കോ അല്ല നിന്റെ കുട്ടികളുടെ കാര്യം നോക്കോ, നിന്നെ കൊണ്ട് സാധിക്കില്ല ആ ഒരു സമയം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എല്ലാരും അവിടെ വിട്ടിട്ട് വരാനോ ആരുമില്ല, അതുകൊണ്ടാണ് ചെറിയ കുട്ടികൾ. അപ്പൊ മാക്സിമം ഒരാളിനെ മാത്രം നീ കൊണ്ടുവന്നാ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു 2 ആളിനെ കൊണ്ടുവരട്ടെ. അപ്പൊ ആ 2 ആളിനെ കൊണ്ടുവന്നോന്ന് പറഞ്ഞേക്കണം. അപ്പൊ ബാക്കി 2 ആളിനെ എന്ത് ചെയ്യുന്നുള്ളതാണ് അടുത്ത വലിയൊരു ബിഗ് ക്വസ്റ്റ്യൻ. ഏത് 2 പേരെ കൊണ്ടുപോകണം എന്നുള്ളത് അത് അതിനേക്കാളും വലിയൊരു ബിഗ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ നിൽക്കാണ്. അപ്പൊ അതൊക്കെ ഇനി ഇൻഷാല്ലാ ആ സമയം നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലാൻ എന്താന്ന് വെച്ചാല് എല്ലാരെയും കൊണ്ടുപോകും, എന്നിട്ട് അവിടെ അടുത്ത് എവിടെയെങ്കിലും ഒരു ഹോട്ടൽ റൂം എടുത്തിട്ട് അവരവിടെ നിർത്താം. പിന്നെ അതിന്റെ ഡെലിവറി കഴിയുമ്പോൾ അവരെ കൊണ്ടുവന്ന് അങ്ങനെ എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്. പിന്നെ റന എന്തായാലും മസ്റ്റായിട്ടും വേണം. അപ്പോൾ ഇത്രയൊക്കെയാണ് സംഭവങ്ങൾ. അപ്പോൾ ബേബീൻ്റെ വെയിറ്റ് കുറവായതുകൊണ്ട്, അതായത് ഞാൻ ചില സമയം പട്ടിണി ഇരുന്നിട്ടൊക്കെ ഓരോന്ന് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം ആ ഒരു വെയിറ്റ്. അങ്ങനെ മേ ബി ഇത് നോർമലായിരിക്കാം. ഇനിയും 2 മാസമല്ല, ശരിക്കും ഒരു 45 ദിവസമൊക്കെ ഉള്ളൂ ഇനി ഡെലിവറിക്ക്. ഈ 45 ദിവസത്തിനുള്ളിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഞാനൊരു ഗോള് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക, അതായത് ഒരു ലക്ഷ്യം. ഇത്രയും ദിവസത്തിനുള്ളിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യും എന്ന് സ്വയം നിശ്ചയിച്ച് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്തോ ഒരു ഗുണം എന്നറിയോ, നമ്മൾ ആ നിശ്ചയിച്ച ആ കാര്യം നമ്മൾ അതിനനുസരിച്ച് നമ്മൾ അധ്വാനിക്കുന്ന കൂടി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നടക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ട് ബേബി വരുന്നതിന് മുമ്പ് ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇക്ക പോയിട്ട് വന്നോ? ഓക്കെ, അപ്പം ഇക്ക പുറത്തു വരികയായിരുന്നു. അപ്പൊ ഇത്രയൊക്കെയാണ് അപ്ഡേഷൻ. ഇത് നിങ്ങളോട് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് വന്നതാണ്. നമ്മുടെ കാര്യങ്ങൾ ഒരുപാട് നമ്മുടെ കൂട്ടുകാർക്ക് അറിയണം എന്ന് ആഗ്രഹം ഉണ്ടാവും, അവരോട് പറയാനും വേണ്ടിയിട്ട് വന്നതാണ് അല്ലേ. മെയിൻ ആയിട്ടൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞത് ഞാൻ സെറ്റ് ചെയ്ത് കേട് വരുത്തണ്ട. ബേബിയുടെ ഹെഡ് ഡൗൺ ആയിട്ടുണ്ട്. ചിലവർക്കൊക്കെ ഈ സമയത്ത് ബ്രീച്ച് പൊസിഷനൊക്കെ കാണാറുണ്ടെങ്കിലും ടെൻഷൻ ആവാണ്ട്, അതായത് കുറുകെ എങ്ങനെ നിൽക്കുന്നത്. കഴിഞ്ഞ സ്കാനിങ്ങിൽ അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഹെഡ് ഡൗൺ ആയിട്ടുണ്ട്, താഴേക്ക് തല വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 4 പ്രസവം പോലെ ഈ ഒരു പ്രസവം നോർമൽ ആവാൻ ബൈ ഗോഡ്സ് ഗ്രേസ് ചാൻസ് കൂടുതലാണ് എന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സന്തോഷമായി കേട്ടപ്പോൾ. എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, പ്രാവശ്യം എന്താവോ ഏതാവോ എന്നുള്ളത്. ടെൻഷൻ പറഞ്ഞാൽ അങ്ങനെ ഒരു എക്സ്ട്രീം ലെവലല്ല, 5ാമത്തെ ആയതുകൊണ്ട് അവർ മനഃപൂർവ്വം എന്തെങ്കിലും ചെയ്യുമോ അങ്ങനെയുള്ള ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടെൻഷൻ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം നോർമലാണ് എന്നുള്ളത്. ഹെഡ് ഡൗൺ പൊസിഷൻ ഇപ്പൊ തന്നെ ആവുന്നത് നല്ലതാണ്. ഇനി ഫിക്സ് ആയിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. ഹെഡ് ഡൗൺ ആയിക്കഴിഞ്ഞാലും എപ്പോൾ വേണമെങ്കിൽ തിരിയാൻ തോന്നുന്നു. അവിടെ പോയി ഹെഡ് ഫിക്സ് ആയിക്കഴിഞ്ഞാൽ പിന്നെ മാറൂല. കാരണം എൻ്റെ നാത്തൂൻ്റെ മരുമോൾക്ക് ഇതുപോലെ ഹെഡ് ഡൗൺ ഒക്കെ ആയിരുന്നു. പിറ്റേ ദിവസം നോക്കിയപ്പോൾ ബേബി തിരിഞ്ഞു, ഫിക്സ് ആവാത്തതുകൊണ്ടായിരിക്കും. പക്ഷെ ഇത് ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം സെപ്റ്റംബർ 1-ാം തീയതിയാണ് ചെക്കപ്പിന് പോകാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ് തരും. എനിക്ക് നോർമലി ഒക്ടോബർ ആണ് ഡേറ്റ് എങ്കിൽ സെപ്റ്റംബറിലായിരിക്കും ഞാൻ പ്രസവിക്കുക. എന്തിനാ ചുറ്റുമണി ഇങ്ങനെ ചെയ്യുന്നത്? അപ്പം മിക്കവാറും ഇനിയിപ്പോൾ ഒരു 50 ശരി ആടിക്കോട്ടെ, കഴിഞ്ഞല്ലോ. 50 അല്ല, ഒരു 40 സംതിങ് ദിവസങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ പ്രസവിക്കാൻ. എല്ലാവരും ദുവാ ചെയ്യാട്ടോ. ചുച്ചു ബേബി എപ്പോൾ വരും? ചുച്ചു ബേബിക്ക് പേരൊക്കെ ഇട്ട് കഴിഞ്ഞ്. എന്താ ബേബിന്റെ പേര്? കുഞ്ഞി. അത്ര പേര് ചുച്ചിട്ട പേരാണ് ഇപ്പൊ, കുഞ്ഞി. എന്താണ്? നിനക്ക് ബോയ്. അയച്ചുക്ക് ബോയ് ആണ് കേട്ടോ വേണ്ടത്. ഗേള്. 2 പേർക്ക്. അപ്പൊ 2 കുട്ടികൾ കിട്ടിയ സുഖമായിരുന്നു. ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട് പ്രസവിക്കുന്ന സമയത്ത് സർപ്രൈസ് ആയിട്ടും ഈ 2 കുട്ടികളാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും. അസ്സലാമു അലൈക്കും പറയും. അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ വരുന്നതായിരിക്കും. ഇപ്പൊ ഞാൻ ഒച്ചടല്ലേ ശരി. അപ്പൊ ഞാനിപ്പോ ശരിക്കും പറഞ്ഞാൽ വേറൊരു വീഡിയോ ആണ് ഇടാനിരുന്നത്. പക്ഷെ അതില് ഇപ്പൊ നമുക്ക് വല്ല നീയിരുന്നു അതില് നമുക്ക് വല്ല പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവര് ബ്രാൻഡുകാർ അപ്രൂവൽ തന്നു. പ്ലീസ് എന്നൊന്ന് സംസാരിക്കാം. എന്റെ വയറ്. അപ്പൊ ബ്രാൻഡ് പ്രൊമോഷൻ ഉണ്ടെങ്കിൽ ബ്രാൻഡുകാരുടെ അപ്രൂവൽ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇടാൻ പറ്റില്ല. അപ്പൊ ശരി, ഏതായാലും നമ്മുടെ വിവരങ്ങളൊക്കെ നിങ്ങളെയും അറിയിക്കണം എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചൊരു ലൈവ് വന്നാലോ എന്നുള്ളത്. ലൈവ് വന്ന പിന്നെ ഞാൻ ഒരുപാട് നേരം ഇരിക്കും. ഇപ്പൊ അതെന്തായാലും വേണ്ടാന്ന് വിചാരിച്ച് ഞാൻ എന്റെ വയറ് വേനിക്കും. വയറും ഉണ്ട് ഫ്രണ്ടില്, നിങ്ങളും ഉണ്ട് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങള്.
സ്കാനിങ്ങിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് ഞാൻ നമ്മുടെ ഇത് എപ്പോഴും പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇടൂല, പക്ഷെ ഇപ്പൊ തന്നെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അങ്ങനെ ഡിവൈൻ ബ്യൂട്ടിയിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ അതിൽ കാണിക്കുന്നുണ്ടാവും ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മുടെ ആ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവാൻ മാത്രം കാര്യമൊന്നുമില്ല, ജസ്റ്റ് വിവരങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എങ്കിലും നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പൊ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങള് കമന്റ് ചെയ്യുക. അപ്പൊ ശരി, ഇൻഷാ അല്ലാ, ബൈ ബൈ, സീ യു, അസ്സലാമു അലൈക്കും.